റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഐ, വി, മീ, മൈ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ നിങ്ങൾ വിവരിച്ച് പറയുകയല്ല. നിങ്ങൾ ആ സിറ്റുവേഷൻ്റെ അകത്തുണ്ട്, ആ സിറ്റുവേഷനിൽ നിങ്ങളുണ്ട്, അതിനോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർത്തോണം. ഇപ്പോൾ ഒരു ഹോസ്റ്റൽ അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നു, ആ ഹോസ്റ്റലിൽ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചററുമായിട്ട് സംസാരിക്കുന്നു, ആ സിറ്റുവേഷനിൽ നിങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊനൗൺസ് ഉപയോഗിച്ച് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഐ റിക്വസ്റ്റ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ അസൈൻമെൻറ്റ് ഡെഡ് ലൈൻ, അല്ലെങ്കിൽ ഐ റിക്വയർ ഓൾ ദ നെസസറി ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഐ റിക്വയർ ഓൾ ദ ഡേറ്റ ഇൻ അഡ്വാൻസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യുവർ കമൻറ്റ്സ് ഓൺ ദിസ് മാറ്റർ. ഇങ്ങനെ ഐ, അല്ലെങ്കിൽ വി, മീ, മൈ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷനിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ആൻസറുകൾ കൂടുതൽ ഡയറക്റ്റും ഒത്തൻറ്റിക്കും ആവത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക. താങ്ക് യു.